മാങ്ങാച്ചാറാണ്. അതിനായിട്ട് 4 മാങ്ങ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും പുരട്ടി 3 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പി വെച്ച് ആദ്യം നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഒരു വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇടുക. അതൊന്ന് ചൂടായി അതിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേന് നമ്മളതിലേക്ക് ആവശ്യമായ മുളക് പൊടി, കാശ്മീരി മുളകാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 3 സ്പൂണ് മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇടണ്ട. അത്യാവശ്യത്തിന് കായപ്പൊടി. എന്നിട്ട് വീണ്ടും ഇത് ഒന്ന് ചൂടാക്കി എടുക്കുക. മുളക് പൊടിയുടെ പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് ഇളക്കുക. ചെറു തീയിലിട്ട് ഇളക്കുക, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് വിനാഗിരി അതേപോലെ ഒഴിക്കണം. ഒരുപാട് ചാറ് ആവശ്യമുള്ളവർ ചെറുതായിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാങ്ങ അതിലേക്ക് ഇടുക. എന്നിട്ട് ചെറുതായിട്ട് നടക്കുക. ചെറിയ തീയിലേ ഇളക്കാവൂ, എന്നാന്നുണ്ടെങ്കിൽ മാങ്ങ വെന്ത് പോകും. എന്നിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഗ്യാസ് ഓണാക്കി മിക്സ് ചെയ്താൽ മാങ്ങ വെന്ത് പോകും. വെന്ത് പോയാൽ പിന്നെ ആ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നേരത്തെ ഇട്ട് വെച്ചതുകൊണ്ട് നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ജാറിലോട്ട് മാറ്റി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.